ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഫംഗ്ഷനാണ് എക്സലിലെ. ഇന്നത്തെ ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇന്നത്തെ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ആദ്യമേ പറയാം. ഡേറ്റ് ഡിഫറൻസ് അല്ലെ ഡേറ്റ് ഡിഫ്. ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ, ഡേറ്റ് ഡിഫ് എന്നാണ് ഈ ഫംഗ്ഷൻ്റെ പേര്. ഈ ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്, കുറേ ആൾക്കാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ഏജ് കണ്ടുപിടിക്കണം. സാറിന് ഏജ് കണ്ടുപിടിക്കാൻ നമ്മൾ മാനുവലി കൂട്ടുമായിരിക്കും. ഫോർ എക്സാമ്പിൾ 1990 ജനിച്ചെങ്കിൽ ഇപ്പോൾ 2023 അല്ലേ, അപ്പം നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പം 23 എന്നുള്ള രീതി, 33 എന്നുള്ള രീതിയിൽ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ് ഡിഫ് എന്നുള്ള ഫോർമുല വെച്ച് ഈസി ആയിട്ട് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡേറ്റ് ഡിഫോണ്ട് ഏജ് മാത്രമല്ല, നമ്പർ ഓഫ് ഡേയ്സും നമ്പർ ഓഫ് വീക്സും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പം ഡേറ്റ് ഡിഫ് ഉപയോഗിച്ച് ഒരാളുടെ ഏജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടേബിള്. കുറേ പേരുകളുണ്ട്: ജെയിംസ്, അനിൽ, സാം, മനോജ്, അൻവർ, അജിത്. ഇങ്ങനെ കുറേ വ്യക്തികളുടെ പേരാണിത്. അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കോളത്തിൽ ഏജ് കണ്ടുപിടിക്കണം. ഏജ് ബ്ലാങ്ക് ആണ് ഏജിൻ്റെ കോളം. അപ്പം ഏജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഡേറ്റ് ഡിഫ് ഉപയോഗിച്ച് എങ്ങനെ കാണുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫോർമുല ആദ്യം അപ്ലൈ ചെയ്യാം. ഈക്വൽ സൈൻ ഡേറ്റ് ഡിഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇനി വെച്ചാൽ പാരാമീറ്റേഴ്സ് വെച്ചാൽ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, പിന്നെ തേർഡ് പാരാമീറ്റർ എന്തോ വേണ്ടിയെന്നുള്ള, ഇയർ ആണോ മന്ത് ആണോ ഡേയ്സ് ആണോ വേണ്ടിയെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് ഇടാം. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ജെയിംസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് D4. ഓക്കെ, D4 ആണ് ജെയിംസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് സ്റ്റാർട്ടിംഗ് ഡേറ്റ്. പിന്നെ എൻഡിങ് ഡേറ്റ്. എൻഡിങ് ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്നാണ് നമ്മളിത് ഏജ് കാണേണ്ടത്, അതാണ് നമ്മുടെ ഏത് ദിവസമാണ് ഈ ഏജ് കാണാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ എൻഡിങ് ഡേറ്റ്. അപ്പം ഈ കേസിൽ ഇന്നാണ് നമുക്ക് ഏജ് കാണേണ്ടത്. അപ്പം ഇന്നത്തെ ഡേറ്റ് ഇടണം, അതല്ലേ ടുഡേ. അപ്പോൾ ഒരു ഫോർമുല വെച്ച് ടുഡേ എന്നുള്ള ഡേറ്റ് ഇടാം. ടുഡേ ഫോർമുല വെച്ച് ഇന്നത്തെ ഡേറ്റ് ഇടും. ടുഡേ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. പിന്നെ തേർഡ് പാരാമീറ്റർ എൻട്രി ചെയ്യുക, കോമ ഇട്ടിട്ട്. തേർഡ് പാരാമീറ്റർ നമുക്ക് എന്താ വേണ്ടത്? ഇയേഴ്സ് അല്ലേ, ഏജ് അല്ലേ, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് വേണ്ടത്, വർഷങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് വൈ എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, ജെയിംസിൻ്റെ ഡേറ്റ് ഓഫ് ഏജ് നമുക്ക് ഇവിടെ കിട്ടി, 46 അല്ലേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 77 46 2023 കിട്ടിയില്ലേ. അതുപോലെ തന്നെ താഴോട്ടുള്ള ആൾക്കാരുടെ ഏജ് നമുക്ക് ഇതേ സെയിം ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഏജ് എല്ലാത്തിലും എൻ്റർ ചെയ്യുന്നില്ല, ഞാനത് ജസ്റ്റ് ഈ 46 എന്നുള്ള കോളം ഞാനിവിടെ ഡ്രാഗ് ചെയ്യുക. അതിൻ്റെ ഫോർമുല മൊത്തം താഴോട്ട് ഡ്രാഗ് ചെയ്യുവാണ്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞെക്കി പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഏജ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേറ്റ് ഡിഫ് ഉപയോഗിച്ച് ഒരാളുടെ ഏജ് കാണാനുള്ള രീതി എക്സലിൽ. അപ്പോൾ ഇന്നത്തെ എക്സൽ ട്യൂട്ടോറിയൽ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഫോർമുലയാണ്. ഫോർമുലയുടെ സിൻറ്റാക്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാകത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.